نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കരവാക്കുകൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പറാണ്. ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ ഒന്നാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ. അപ്പോൾ ഇന്റഗ്രേഷൻ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറയുന്ന ചോദ്യപേപ്പർ ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പർ. നിങ്ങൾ റെഡി അല്ലേ? കാണാൻ റെഡി അല്ലേ? ഓക്കെ ആണോ? സെറ്റ് ആണോ? ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഉണ്ട്, അത് ഞെക്കിക്കോളൂ. പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഈ നമ്പറിൽ താഴത്തൂടെ അങ്ങനെ പോകുന്നുണ്ട്. നമ്പർ 9496544588 അങ്ങനെ 9496544588 എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു ഹായ് അയച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ലിങ്കുകൾ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, സെറ്റ് ആണ്. നേരെ നമ്മൾ പോവാണ്. ഒന്നാമത്തെ ചോദ്യം, ലിസൺ ആൻഡ് ഡു വൺ. ലിസൺ ടു ദ മദർ ആൻഡ് ഡു വാട്ട് ഷീ സേസ്. മദർ പ്ലേസ് ദ ഓഡിയോ ദ സൗണ്ട് ഡിഫറെന്റ് ആനിമൽസ്. നോക്കാം എന്താ ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ കുറച്ച് ആനിമൽസിന്റെ സൗണ്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൗണ്ടുകൾ വെച്ചിട്ട് ആനിമൽസ് ഏതാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഭൗമൗ. ആരാ ഭൗമൗ? ആരാണ്? ഡോഗ് ആണ് അല്ലേ. അടുത്തത് ആരാ? ക്യാറ്റ് ആണ്. അതേപോലെ തന്നെ കോക്കാറ്റൂഡിൽ ടു, അതാരാണ്? നമുക്കറിയാം അല്ലെ. അടുത്തത് ക്രോക്ക്, അതാരാ? ഫ്രോഗ് അല്ലെ. അടുത്തത് ബി ആണ് അല്ലെ, ഹണി ബി ആണ്. അടുത്തത് അതാരാ? മൗസ് അല്ലെ. ഈ സൗണ്ടുകൾ, വ്യത്യസ്ത ആനിമൽസിന്റെ സൗണ്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മൾ പഠിച്ചില്ലേ? അത് നമ്മൾ നോക്കണം, നിർബന്ധമാണ്. അത് പരീക്ഷയ്ക്ക് നമുക്ക് എഴുതണ്ടേ ഇല്ലേ? അപ്പൊ ഒന്നാമത്തെ ഡോഗ്, രണ്ടാമത്തേത് ക്യാറ്റ്, മൂന്നാമത്തേത് കോക്ക്, നാലാമത്തേത് ഫ്രോഗ്, അഞ്ചാമത്തേത് ഹണിബി, ആറാമത്തേത് മൗസ് അല്ലെ. ഈ ഒരു സംഭവം എന്റെ മക്കൾ നോക്കി വെച്ചോ. ഈ ഒരു സംഭവം, ഒന്നാമത്തേത് ആരാ? ഡോഗ്, രണ്ടാമത്തേത് ക്യാറ്റ്, അടുത്തതോ കോക്ക്, പിന്നെയോ ഫ്രോഗ്, പിന്നെയോ ഇതോ ഹണിബി, പിന്നെയോ അടുത്തത് എന്താ? മൗസ് അല്ലെ. ഇതെന്റെ മക്കൾ നോക്കി വെക്കണം. ഇത് എഴുതണേ നമ്മൾ പഠിച്ചതാ അല്ലേ? നമുക്ക് അറിയാം. സൗണ്ട്സ് ഒക്കെ നമുക്ക് അറിയുന്നതാ അല്ലേ? എന്തിനാ അറിയുന്നേ? എരീശക്ക് ഒരു എഴുതണ്ടേ അവള് അല്ലേ? അവിടെ ഞാൻ അറിഞ്ഞു വെച്ചാൽ പോലെ എഴുതും കൂടി വേണ്ടേ? ഓക്കെ, റെഡി. അങ്ങനെയാണ് നേരെ പോവാണ്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ഒരു കോൺവെർസേഷൻ ആണ്. ഇവിടെ ഒരു പപ്പിയും ഉണ്ട്, അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഇവിടെ ഒരു ഫ്രോഗും ഉണ്ട്. അപ്പോ ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. വാട്ട് ഈസ് ദ പപ്പി സേ? പപ്പി എന്താ പറഞ്ഞത്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. പപ്പി എന്തോ ഇവിടെ പറഞ്ഞിട്ട് അതിന് മറുപടി ആയിട്ട് ഫ്രോഗ് പറയുന്നുണ്ട്. ക്രോക്ക്, വാട്ട് എ സില്ലി പപ്പി, ഫ്രോഗ് ക്യാൻ ഓൺലി ക്രോക്ക്. തവളകൾക്ക് ഈ സൗണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ പപ്പി എന്തോന്ന് ചോദിക്കൂ അല്ലെ? ക്യാൻ യു സേ അല്ലെ? ക്യാൻ യു സേ ചോദിച്ചൂടെ? നോക്കാം നമുക്ക്. ക്യാൻ യു സേ മ്യൂ അല്ലെ? ക്യാൻ യു സേ മ്യൂ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാൻ പറ്റും? ഫ്രോഗിനോട് പോയിട്ട് ചോദിക്കാണേ പപ്പി, നിനക്ക് മ്യൂ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ ഇതെന്താ പറയാ? ഈ ഫ്രോഗ് എന്താ പറയാ? കഴിയൂല അല്ലേ? ഫ്രോഗിന് കഴിയോ? ഫ്രോഗിന് കഴിയൂലല്ലോ. ഫ്രോഗ് ചെറുതല്ലേ. ഫ്രോഗിൻ്റെതായുള്ള സൗണ്ടും ഇല്ലേ? തത്തമ്മയൊക്കെ ആണ്. നമുക്ക് നോക്കാം. ചില വീട്ടിലുള്ള തത്തമ്മയൊക്കെ എന്താവും? സൗണ്ട് ഉണ്ടാക്കും അല്ലേ? വേറെ സൗണ്ടുകളൊക്കെ ഉണ്ടാക്കൂലേ? മനുഷ്യന്മാർ സൗണ്ട് ഒക്കെ ഉണ്ടാക്കും ഇല്ലേ? തത്തമ്മയെ പൂച്ച അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഫ്രോഗ് അങ്ങനെയൊന്നും പറയൂല. ഇല്ലല്ലോ. ഫ്രോഗിനാകെ അങ്ങനെ ഫ്രോഗിന്റെ സൗണ്ട് മാത്രമേ ക്രോക്ക് എന്നുള്ള സൗണ്ട് മാത്രമേ ഫ്രോഗിന് അറിയൂ അല്ലേ? അപ്പൊ പപ്പിക്കുട്ടി എന്താ ചോദിക്കുന്നത്? ക്യാൻ യു സേ മ്യൂ? Next question. Activity 3 ആണ്. കളർ ആൻഡ് മാച്ച്. Read the color and the picture suitably. Draw a line and join. A green parrot. അപ്പോൾ ഇവിടെ കളർ തന്നിട്ടുണ്ട്. ഗ്രീൻ പാരറ്റിനെ വരച്ചു കൊടുക്കുക. An orange ball ഇല്ലേ? പിന്നെ a red kite, പിന്നെയോ a blue house അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഗ്രീൻ പാരറ്റ് ആണെങ്കിൽ ഈ പാരറ്റിന് എന്ത് ചെയ്യുക? ഗ്രീൻ കളർ ഇവിടെ കൊടുക്കുക. പിന്നെയോ റെഡ് കൈറ്റ്, അടുത്ത എന്താ? ബ്ലൂ ഹൗസ് അല്ലേ? ഗ്രീൻ പാരറ്റ് പിന്നെ ബ്ലൂ ഹൗസ്. ഇതിന് ഏത് കളർ കൊടുക്കണം? ബ്ലൂ കളർ കൊടുക്കണം. ബ്ലൂ കളർ ഇവിടെ ഉണ്ടോ? ബ്ലൂ കളർ. ഇതിന് ബ്ലൂ കളർ കൊടുക്കുക. പിന്നെയോ ഓറഞ്ച് ബോൾ ആണ്. ഓറഞ്ച് ഇവിടെ ഉണ്ടോ? ഓറഞ്ച് ഇതിന് ഓറഞ്ച് ബോൾ ആണിത്. പിന്നെ അടുത്തതോ കൈറ്റ് എന്താ? റെഡ് ആണ്. കൈറ്റിന്റെ കളർ എന്താ? റെഡ് ആണ്. അങ്ങനെ എന്ത് ചെയ്യാം മക്കൾ? നല്ല വൃത്തി കൊടുക്കണേ. ഞാനിവിടെ അങ്ങനെ കുത്തി വരച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? വൃത്തിയിൽ കളർ ചെയ്യുക അല്ലെ? ഗ്രീൻ പാരറ്റിന് ഗ്രീൻ കളർ കൊടുക്കുക, ബ്ലൂ ഹൗസിന് ബ്ലൂ കളർ കൊടുക്കുക, ഓറഞ്ച് ബോളിന് ഓറഞ്ച് കളർ കൊടുക്കുക, റെഡ് കൈറ്റിന് റെഡ് കളർ കൊടുക്കുക. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്.
Activity 4. Add more lines. Listen to the teacher and sing after her. Kites, kites, little kites flying up in the sky. Kite, kites, red kites flying up in the sky. അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കാം kites, kites, blue kites flying up in the sky. Kite, kite, orange kites flying up in the sky. കളർ ഏത് വേണേ നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ എഴുതി കൊടുക്കാം kites, kites. ഇവിടെ എന്ത് എഴുതാം? blue kites flying up in the sky. ഇനി അടുത്തതോ kites, kites, orange kites flying up in the sky. സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ. ഇതൊക്കെ വളരെ എളുപ്പമല്ലടാ മക്കളെ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ആക്ടിവിറ്റി 5ലേക്കാണ്. റീഡ് ആൻഡ് കംപ്ലീറ്റ്. സെലക്ട് ഫ്രം ദ ബോക്സ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയാ? സെലക്ട് ചെയ്യാൻ വേണ്ടി പറയണം. ഈ ബോക്സ് നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്തിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറയാം. നമുക്ക് സെന്റൻസ് കംപ്ലീറ്റ്. എ സൈക്കിൾ ഹാസ് ഡാഷ് വീൽസ്. A cycle has എത്ര വീല? 2 വീൽ. അപ്പൊ ഈ 2 എന്ത് ചെയ്യാ അവിടെ എഴുതി കൊടുക്കുക. A cycle has 2 wheels. A rainbow has 7. എന്താ റെയിൻബോന് 7 എന്താ? 7 colors. അല്ലേ? പിന്നെയോ A puppy has dash legs. A puppy has എത്രയാ? പപ്പിക്ക് എത്ര ലെഗ് ഉള്ളത്? 4 leg ആണുള്ളത്. പിന്നെയോ എ കാർ ഹാസ് 4. എന്താ കാറിന് എന്താ 4 ഉള്ളത്? ടയർ അല്ലെ, അല്ലെങ്കിൽ എന്താ വീൽസ്. ഇവിടെ വീൽസ് എന്നുള്ളത് ആ വീൽ അവിടെ എഴുതി കൊടുത്ത്. എ കോക്ക് ഹാസ് ഡാഷ് ബീക്ക്. എന്താ? എ കോക്ക് ഹാസ് എ ബീക്ക് അല്ലെ. അപ്പൊ നമ്മൾ ഈ കളേഴ്സ് എന്നുള്ളത് ഇവിടെ എഴുതി, വീൽസ് എന്നുള്ളത് ഇവിടെ എഴുതി, 4 എന്നുള്ളത് ഇവിടെ എഴുതി, 2 എന്നുള്ളത് ഇവിടെ എഴുതി, എ എന്നുള്ളത് ഇവിടെ എഴുതി. കണ്ടോ സിമ്പിൾ അല്ലേ? ഇതേപോലെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റൂലേ? ഫുൾ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യും ഇല്ലേ? ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്തോടെ എന്ത് സുഖമായിരിക്കും അല്ലേ? ഫുൾ മാർക്ക് സ്കോർ ചെയ്താൽ. യെസ് ഗൈസ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറഞ്ഞാൽ വേറെ വീഡിയോ വരുന്നുണ്ട്, അത് കാണണം കേട്ടോ. അത് കണ്ട് ഫുൾ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യണം കേട്ടോ. എന്തൊക്കെ എവിടെ നിന്നൊക്കെ പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടാറ്റാ, ലവ് യു ഗൈസ്.